മക്കളെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് 6 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. സോ 6 മാർക്ക് എങ്ങനെ നേടാം? നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്യാം. മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% എക്സാമിന് ചോദിച്ചിരിക്കും. 6 മാർക്കിൻ്റെ ആ ഒരു എസ്എ ക്വസ്റ്റ്യനിലായിരിക്കും ഇത് ചോദിക്കുന്നത്. സോ മോഡൽ എക്സാമിന് വന്ന ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കാം ഞാൻ കാണിച്ചു തരാം മക്കളെ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് എന്ന് പറഞ്ഞ് എന്താണെങ്കിലും ഈ ഫസ്റ്റത്തെ ഈ ക്ലാസ് ഇൻ്റർവെൽ ഇല്ലേടാ മക്കളെ, അതിന് നിങ്ങൾ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുക. എന്താണ് ക്ലാസ്? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഫ്രീക്വൻസി എന്തെങ്കിലുമൊക്കെ തരും. സോ അതിനെ നിങ്ങൾ FI എന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ് രണ്ടാമത്തെ കോളം? FI. സോ എന്നിട്ട് നിങ്ങളെ തന്നിരിക്കണം അതേപോലെ എടുത്തെഴുതിക്കേ. 0 10 10 20 20 30 അങ്ങനെ എടുത്തെഴുതുക. മൊത്തം 30 40 40 50. ഓക്കെ അല്ലേ? യെസ്. എന്നിട്ട് FI അതിൻ്റെ നേരെ എഴുതുക. 1 7 12 1 7 12 11 5. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം FI എല്ലാം കൂടെ കൂട്ടുക. 7 8 12 20 10 31 5 36. അത് നമുക്ക് കിട്ടി. അതാണ് നമ്മുടെ FIകളുടെ സമ്മ്. എന്താണ്? സിഗ്മ FI ആണ് നമ്മൾ കണ്ടുപിടിച്ച് FI എല്ലാം കൂടെ കൂട്ടി വയ്ക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത കോളം എന്താണ്? അടുത്ത കോളത്തിൻ്റെ ഹെഡിങ് XI എന്ന് കൊടുക്കുക. XI എന്താണ്? എടാ ഈ 0 10 നടുക്കുള്ള വാല്യൂ മിഡ് പോയിന്റ് എന്ന് പറയും. 0 10 നടുക്ക് എത്രയാടാ? 5 അല്ലേ? സോ 5. അടുത്തത് 10 20 നടുക്ക് 15. പിന്നെ കൂട്ടി കൂട്ടി പോയാൽ മതി. 25 35 45 കഴിഞ്ഞു. അടുത്ത കോളം എന്താണ്? ഇനി അതിൻ്റെ കൂട്ടി XI കൂട്ടുമൊന്നും വേണ്ട. അടുത്ത കോളം എന്താണ്? ഈ FIയും XIയും കൂടെ ഇൻഡ്യൂ ചെയ്യുക. XI FI എന്നോ FI XI എന്നോ നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, അത് ഇൻഡ്യൂ ചെയ്ത് എഴുതിയാൽ മതി. ഇൻഡ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1 × 5 5, 7 × 15 7 × 15 105. അടുത്തത് 12 × 25 300. ഓക്കെ. അടുത്തത് 11 × 35 385. അടുത്തത് 5 × 45 225. XI FI കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കൂട്ടണം. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 1020 കിട്ടും. ഓക്കെ. സോ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1020. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. ഇവർ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യം മീൻ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിക്കണേ മക്കളെ. മീൻ എന്ന് പറയുമ്പോൾ മീൻ എന്ന് പറയുമ്പോൾ അതിന് X ബാർ എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. സിഗ്മ XI FI ബൈ സിഗ്മ FI. ഇതിനെ FI എന്നല്ലാതെ താഴത്ത് N എന്ന് പറയാറുണ്ട്. രണ്ടും സെയിം തന്നെ കേട്ടോ. സോ സിഗ്മ XI FI എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മയുടെ മീനിങ് മക്കളെ കൂട്ടുക. എന്ത് കൂട്ടണം? XI FI കൂട്ടി കിട്ടിയത് എത്രയാടാ? 1020. സോ 1020 ഡിവൈഡഡ് ബൈ FI കൂട്ടി കിട്ടിയത് എത്രയാണ്? 36. സോ അത് ഡിവൈഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എത്രയാടാ? 28.33 എന്ന് കിട്ടും. ഓക്കെ, അത് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കോളം കൂടെ വേണം. അടുത്ത കോളം പലരും എഴുതുന്നത് XI² എഴുതും, എന്നിട്ട് XI FI എഴുതും. XI² FI എഴുതും. ചിലവർ എഴുതുന്നത് XI - X ബാർ എഴുതും. XI - X ബാർ ഹോൾ സ്ക്വയർ, പിന്നെ FI × XI - X ബാർ ഹോൾ സ്ക്വയർ, ഇങ്ങനെയൊക്കെ എഴുതാറുണ്ട്. പക്ഷേ ഞാൻ എളുപ്പമുള്ള ട്രിക്ക് പറയട്ടെടാ. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ഇങ്ങനെ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വന്നാലും ഇവിടം വരെ എഴുതിയിട്ട് അടുത്ത കോളം എഴുതേണ്ട ഏതാണെന്ന് അറിയൂടാ. അടുത്ത കോളം നിങ്ങൾ XI² FI കണ്ടുപിടിക്കുക. അത് സാറേ XI² കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാടാ. കാരണം ഇതും കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ തന്നെ XIയും XIയും കൂടെ ഇൻഡ്യൂ ചെയ്യുമ്പോൾ XI² ആയില്ലേ? സോ നിങ്ങൾ ഇത് തമ്മിൽ ഇൻഡ്യൂ ചെയ്ത് ഡയറക്റ്റ് ഇവിടെ എഴുതിയാൽ മതി. എന്നിട്ട് അത് കൂട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് വരും? 5 × 5 × 5 25. അങ്ങനെ കൂട്ടി ഗുണിച്ചു പോകും. അടുത്തത് 1575. ഇത് തമ്മിൽ ഗുണിക്കുക. ഇത് അങ്ങനെ എഴുത്. ഇത് 7500 7500 13475 10125. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 32700 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? കഴിഞ്ഞു. ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിനുള്ള ഏകദേശം എത്രയാണ്? പകുതി മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസിൻ്റെ ഇക്വേഷൻ ഉണ്ട് മക്കളെ. വേരിയൻസ് എന്ന് പറയുമ്പോൾ ഈ σ² എന്നാണ് അതിനെ വേരിയൻസിനെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇത് നോക്കി തന്നെ നമുക്ക് എഴുതാം. ഇവിടെ XI FIക്ക് വരെ XI² ഇട്ടാൽ മതി. സിഗ്മ XI² FI ബൈ സിഗ്മ FI കഴിഞ്ഞിട്ടില്ല. മൈനസ് നമ്മുടെ മീൻ കുറയ്ക്കുക, മീനിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. ഇത് എത്രയാണ് കൂട്ടി കിട്ടിയത്? 32700 ഡിവൈഡഡ് ബൈ സിഗ്മ FI 36 മൈനസ് 28.33 ആണ് X ബാർ. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. സോ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 105.74.
കഴിഞ്ഞു. വേരിയൻസ് കിട്ടി. ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിനെ സിഗ്മ വെച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് വേരിയൻസിൻ്റെ റൂട്ട് എടുത്താൽ മതി മക്കളെ. എന്ത് വരും? റൂട്ട് ഓഫ് വേരിയൻസ് എത്രയാണ്? 105.74. സോ ദ ഫൈനൽ ആൻസർ ഈസ് 10.28 എന്ന് കിട്ടും. ഇത്ര എഴുതി കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് 6 മാർക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. കറക്റ്റായിട്ട് കൂട്ടുക, കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടെ കറക്റ്റായിട്ട് കൂട്ടി എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? സോ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാൻ മക്കളെ. കിടിലിനായിട്ട് പഠിക്കാം. ഓക്കെ, ബൈ.